എവിടെയാണ്? പുറത്താണോ? എടാ, ലോക്ക്ഡൗൺ എന്ന് പറയില്ലേ, പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കും. നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പുറത്ത് പോകുക. അത്ര അത്യാവശ്യം മാത്രം പുറത്ത് പോയാൽ മതി. മാസ്ക് യൂസ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഇല്ലല്ല, ചെറിയൊരു പരിപാടി ഉണ്ട്. ഇല്ല, ഞാൻ പുറത്തോട്ടൊന്നും ഞാൻ ഇറങ്ങുന്നില്ല. ഓക്കേടാ, ഞാൻ വിളിക്കാട്ടാ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രില്ലഡ് ചിക്കനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2.5 കിലോ വെച്ച് തൂക്കമുള്ള ഒരു 6 കോഴി നമ്മൾ ഇതിനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആ വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് എന്താ പറയുക, സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അതിനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം ഇതാണ്. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ നമ്മുടെ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ നമ്മുടെ കുട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചേട്ടന്മാരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഈ ഒരു കറി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാടൻ മനോഹാരിതയും കൂടി പ്രകൃതി ഭംഗിയും കൂടി ഉള്ളപ്പോൾ ഒന്നുകൂടി നല്ലൊരു വൈബായിരിക്കും. ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 6 കോഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒരിക്കൽ കഴുകിയതാണ്, എങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം, സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ചേട്ടന്മാരുണ്ട്, നമ്മുടെ കുട്ടിപ്പടയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വേഗം പരിപാടിയെല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നല്ലപോലെ അതൊന്ന് കഴുകിയെടുക്കുക. അതിൽ വല്ല വേസ്റ്റ് എന്തെങ്കിലും പോകാണെങ്കിൽ അതൊക്കെ ഒന്ന് കളയുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ വീഡിയോസും ഈ വീഡിയോസും ഇതിന് മുന്നിട്ട് എല്ലാ വീഡിയോസും നമ്മൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പോയുടെ ഒരു ക്യാമറയാണ് ഫ്രണ്ട്സ്. ഇത് നമ്മൾ ലോക്ക്ഡൗണിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. അത് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം ഇപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വരയിടണം, എല്ലാവരും ഒന്ന് വരയിട്ട് കൊടുക്കണം, എന്നാലേ മസാലയൊക്കെ നല്ലപോലെ അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ അതിൽ നല്ലപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. ആറ് കോഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2-2.5 കിലോ മേലെ വെയിറ്റ് വരുന്ന കോഴികളാണ്. അതിൽ നമ്മൾ നല്ലപോലെ വരയിട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തും നല്ലപോലെ വരയിട്ടാലേ, നമ്മൾ ഫുള്ളായിട്ടുള്ളത് കൊണ്ട് കോഴികളുകൊണ്ട് നല്ലപോലെ വരയിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും. എങ്കിലേ ആ മസാല കറക്റ്റായിട്ട് ഇറങ്ങിച്ചെന്ന് എല്ലാ ഭാഗത്തും പിടിക്കും. അതിൻ്റെ അകത്തോട്ടും എല്ലാവിടെയും നല്ലപോലെ ഒന്ന് വരയിട്ട് കൊടുക്കണം. വേഗം ഒന്ന് വരയൊക്കെ ഇട്ട് തീർക്കാം. അതിനുശേഷം നമുക്ക് മസാല നല്ലപോലെ ഒന്ന് പുരട്ടി സെറ്റാക്കി ഒരു 10 മിനിറ്റെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലേ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് അതിൽ സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം കഴിഞ്ഞു. നമുക്ക് ഇനി മസാല ഇട്ട് കിടക്കാം. ഇതാണ് നമ്മൾ ചേരുവകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വേണ്ട ആദ്യത്തെ ചേരുവ എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി പേസ്റ്റാക്കിയത്, ഇഞ്ചി നല്ലപോലെ കുത്തിച്ചതച്ചത്, അതുപോലെ വെളുത്തുള്ളി, അതുപോലെ ചെറിയുള്ളി, ഇതെല്ലാം നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കിയതാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കിയാണ്, അല്ലെങ്കിൽ നമുക്ക് കുത്തിച്ചതച്ചാലും മതി. നല്ലപോലെ പേസ്റ്റാക്കിയാണ്. അപ്പോൾ ആ പേസ്റ്റ് നമ്മളെല്ലാം കൂടി ആഡ് ചെയ്തു. നമ്മളൊരു നല്ല നാടൻ കോഴിക്കറി വയ്ക്കുന്ന ഒരു സ്റ്റൈലിലാണ് മസാലയൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മസാല ചേർക്കണം. അത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല പൗഡറാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. കുറച്ച് ചേർക്കുക. അതുപോലെ തന്നെ മുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി കുരുമുളക് പൊടി, നല്ലപോലെ കുരുമുളക് പൊടി ഇടുക. നാടൻ കോഴിക്കറി അറിയാലോ, നാടൻ കോഴിയിൽ നമ്മൾ കുറച്ചുകൂടി നല്ലപോലെ കുരുമുളക് പൊടിയൊക്കെ ഇടും. അതുപോലെ തന്നെ ഇതിലും നമ്മൾ നല്ലപോലെ കുരുമുളക് പൊടി നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇനി ആവശ്യമുള്ളത്ര ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നമുക്ക് ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് അത് നല്ലപോലെ സെറ്റാക്കി എടുക്കണം. അതുകൊണ്ട് നല്ലൊരു പേസ്റ്റ് പോലെയൊക്കെ ആക്കി എടുക്കുക.
ഇനി നമുക്കിതിൽ ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ മുളക് പേസ്റ്റ്, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അതും കൂടി നമുക്കിതിലൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സാക്കി നമ്മുടെ ചിക്കനിലോട്ട് ഇതൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്കതൊന്ന് അതിൽ പിടിക്കാനായിട്ട് നല്ലപോലെ ആ മസാലക്കൊന്ന് അതിൽ പിടിക്കാനായിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് നമുക്ക് മസാലക്കൊന്ന് നല്ലപോലെ തേച്ച് കൊടുക്കാം, നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും കുറവ് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മസാല എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് നമ്മുടെ മസാലകളൊന്ന് നല്ലപോലെ പുരട്ടി എല്ലാവരുടെയും നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. നല്ലപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ആ നമ്മൾ വരയിട്ട് കൊടുത്ത ഭാഗങ്ങളിലൊക്കെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ മസാല കയറ്റി കൊടുക്കാം. എല്ലാവരുടെയും നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പുരട്ടി സെറ്റാക്കി എടുക്കണം. എന്നാലാണ്, കാരണം ഉള്ളിലോട്ട് നമുക്ക് അധികം ഇതിൻ്റെ മസാല ഒന്നും കയറാത്തതുകൊണ്ട് അധികം ചെല്ലില്ല. അപ്പോൾ നമ്മൾ പുറം വശത്ത് മാത്രമാണ് അധികം നമ്മൾ മസാല നിൽക്കുന്നതുകൊണ്ട് നല്ലപോലെ മസാല എല്ലാവിടെയും എത്തുന്ന രീതിയിൽ മസാലക്ക് നല്ലപോലെ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ മസാലക്കൊന്ന് എല്ലാവരും പുരട്ടി സെറ്റാക്കി എടുക്കണം. അതിന് മുന്നായിട്ട് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് എനേബിൾ ചെയ്തിടണം. എങ്കിലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് നല്ലപോലെ വീഡിയോ ചെയ്യാനും നല്ലൊരു പ്രചോദനമാവും. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ പുരട്ടി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അകത്തോട്ടും നല്ലപോലെ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും നല്ലപോലെ മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും കുറവ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലപോലെ മസാല ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അരമണിക്കൂർ അതിൽ നല്ലപോലെ സെറ്റാവാനായിട്ട് അതൊന്ന് വെയിറ്റ് ചെയ്യണം. പാലക്കാടൻ മനോഹാരിതയിൽ അതിൻ്റെ ആ ഒരു വൈബും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഓരോ തമാശകളും പാട്ടുകളൊക്കെ ആയിട്ടാണ് അവിടെ നമ്മൾ ആ സെറ്റിൽ ഇരിക്കുന്നത്. അത് വല്ലാത്തൊരു വൈബാണ് ശരിക്കും. നമ്മൾ ഏകദേശം മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരമണിക്കൂർ അതൊന്ന് സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചേട്ടന്മാർ മാങ്ങയൊക്കെ കഴിച്ച് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് നല്ല നാടൻ പാട്ടൊക്കെ പാടി നല്ലൊരു വൈബ് തന്നുകൊണ്ടിരിക്കുകയാണ്. അടുപ്പം മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ചിക്കൻ നല്ലപോലെ സെറ്റായി വരട്ടെ. അതിന് മുന്നായിട്ട് നമുക്ക് തീ കത്തിക്കേണ്ടതുണ്ട്. തീ കത്തിക്കാനായിട്ട് നമ്മൾ കരിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല വിറക് നല്ലപോലെ ഒന്ന് കത്തിച്ച് സെറ്റാക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് 10 മിനിറ്റ് കത്തി അതിൻ്റെ കരിയൊക്കെ ഒന്ന് എല്ലാവരും സെറ്റായി വരണം. തീയൊക്കെ ഒന്ന് നല്ലപോലെ സെറ്റായെങ്കിലേ നമുക്കിതൊന്ന് ഈ ഒരു ഗ്രില്ലഡ് ചിക്കൻ നമുക്ക് നല്ലപോലെ നാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നാടൻ രീതിയിലായതുകൊണ്ട് ആ ഒരു നാടൻ സ്റ്റൈലിൽ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് കരിപ്പെട്ടിയൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. കത്തിച്ച് നമ്മൾ അവിടെ തന്നെ ലൈവായിട്ട് കത്തിച്ച് വിറക് നമ്മൾ സെറ്റാക്കി കനലെല്ലാം നമ്മൾ സെറ്റാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പം നല്ലപോലെ കത്തുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കത്തി സെറ്റായി വരട്ടെ. വീട്ടിൽ നിന്ന് കിട്ടിയ ചുള്ളിക്കമ്പുകളും വിറകുകളും
എല്ലാം കൊണ്ട് തന്നെയാണ് നമ്മൾ കത്തിക്കുന്നത്. അതിനായിട്ട് നമ്മൾ വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാം നാടൻ ആ ഒരു സ്റ്റൈൽ തന്നെയാണ്, ആ പാലക്കാടിൻ്റെ ആ ഒരു നാടൻ സ്റ്റൈൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കനൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാലയൊക്കെ ഇട്ട് വെച്ച ചിക്കൻ നല്ലപോലെ ആ കമ്പിയിലോട്ടൊന്ന് കോർത്തെടുക്കാം. കറക്കൻ ചിക്കൻ അല്ലെങ്കിൽ ഗ്രില്ലഡ് ചിക്കൻ നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കമ്പിയിലോട്ട് കോർത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇനി ഉണ്ടാക്കി വെച്ച നമ്മുടെ ഗ്രില്ലിലോട്ട് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. നല്ലപോലെ കത്തിച്ച് കൊടുക്കാം. നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ചെറുതീയിൽ ഒരുപാട് പുക വരാത്ത രീതിയിൽ അത് നല്ലപോലെ കത്തിച്ച് കൊടുക്കാം. നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടണം. നമുക്ക് ഒരുപാട് പുക തട്ടാതിരിക്കാനായിട്ട് കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ തീ കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ ചിക്കൻ ആയി വരുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഗ്രില്ലൊന്ന് കറക്കി കൊടുക്കാം, അല്ലെങ്കിൽ ആ ചിക്കനെ ഒന്ന് നമുക്ക് മറിച്ചിടാം. കാരണം എല്ലാവിടെയും നല്ലപോലെ എത്തണം. എല്ലാവിടെയും ഒരുപോലെ തന്നെ ചൂട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഗ്രില്ലൊന്ന് തിരിച്ച് വയ്ക്കുകയാണ്. കാരണം എല്ലാ സൈഡും നല്ലപോലെ ചൂട് എത്താൻ വേണ്ടിയിട്ടാണ്. കനൽ നല്ലപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് വെച്ചത്. നല്ലപോലെ കത്തുന്നുണ്ട്, ആയി വരുന്നുണ്ട്. ഏകദേശം പാതി വേവായിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ അതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അതൊന്ന് മൊരിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടണം. അതിൻ്റെ മണം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് വേവുന്നതിനിടയിൽ ഒരു 2-3 തവണയായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം നമ്മുടെ ഒരു പാതി മുക്കാൽ വേവ് ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തണം. നമ്മുടെ ചേട്ടന്മാരവിടെ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ അല്ലെങ്കിൽ കറക്കൻ ചിക്കൻ വേവ് ഏകദേശം ആയിട്ടുണ്ട്. ചിക്കൻ ആയിട്ടുണ്ട്. നമുക്ക് ആ ഫൈനലായിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് എല്ലാവിടെയും തീ കാണിച്ചിട്ട് തീ കത്തിച്ചിട്ട് നമുക്കത് ഇറക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഇറക്കാം. നല്ലപോലെ വേവായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ല് നല്ലപോലെ വരുന്നുണ്ട്. വേഗം കഴിക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും.
ഏകദേശം എല്ലാം ഇറക്കി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കാം. മേലെ എല്ലാ ഭാഗത്തൊന്നും ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തില്ല. കരിഞ്ഞ ഭാഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് നല്ലപോലെ ഡെക്കറേഷൻ ചെയ്യാം. നല്ല തക്കാളി, അതുപോലെ തന്നെ സവോള അരിഞ്ഞത്, പിന്നെ പുതിന, മല്ലിയില, ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കി ഡെക്കറേഷൻ ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ട്. അപ്പം ഇനി ഫൈനലായിട്ട് നമുക്ക് നല്ല നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലപോലെ ആവശ്യത്തിന് നാരങ്ങ, 1-2 നാരങ്ങ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറക്കം ചിക്കൻ അല്ലെങ്കിൽ ഗ്രില്ല് ചിക്കൻ റെഡിയായി. നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ നല്ലപോലെ മനോഹരമായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. കാര്യപരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടൊരു കുമ്പളങ്ങ, അതുപോലെ തന്നെ കുമ്പളങ്ങ ഇറച്ചിയും കൂടിയുള്ളൊരു ചാറ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ പൊടീസ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം. എന്താവുമെന്ന് അറിയില്ല റിസൾട്ട്. എല്ലാവർക്കും ഞങ്ങൾ നല്ല വാഴയിലയിൽ നമ്മുടെ ബിരിയാണിയും നമ്മുടെ കറക്കൻ ചിക്കനും ഗ്രില്ലഡ് ചിക്കനും എല്ലാം കൂടി എല്ലാവരും കൊടുത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ടേസ്റ്റ് ചെയ്തിട്ടില്ല, ഞാനും കൂടി ഒന്ന് എന്തായെന്ന് നോക്കട്ടെ. അടിപൊളി. അതിൻ്റെ ആ ഒരു ബിരിയാണിയും നമ്മുടെ കറക്കൻ ചിക്കനും എല്ലാം കൂടി ചേർന്ന് നല്ലപോലെ അതിൻ്റെ പാകമായിട്ട് വെന്ത് കിട്ടിയിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മസാലിൻ്റെ മണം അടിപൊളി. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അതേ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ബായ്.